ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോ സുൽത്താൻ ബത്തേരിയുടെ, അതായത് വൃത്തിയുടെ നഗരമായ സുൽത്താൻ ബത്തേരിയുടെ വീഡിയോയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. ഇത് നമ്മൾ ഓട്ടോയിൽ കയറി ടൗണിലേക്ക് പോവുകയാണ്. കഴിഞ്ഞിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഒരു പൂമരമുണ്ട്. ഇതേ ഇവിടെ സുൽത്താൻ ബത്തേരിയിൽ. പൂക്കളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊണ്ട് തന്നെ കണ്ടോ, ഫുള്ളും പൂക്കളാണ്. മഴ ആയതുകൊണ്ടും കൂടെ കുറച്ചുകൂടെ പൂക്കളൊക്കെ കുറച്ച് വിരിഞ്ഞിട്ടുണ്ട്. ഇതേ കണ്ടോ. ബത്തേരിയിൽ പ്രധാനമായിട്ട് 4 അമ്പലങ്ങളേ ഉള്ളൂ. അതിലൊന്നാണിത് തലച്ചിൽ ക്ഷേത്രം. ശിവനും പാർവതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഹോട്ടൽ ഇതാണ് സുൽത്താൻ ബത്തേരിയുടെ സിവിൽ സ്റ്റേഷൻ, മെയിൻ സിവിൽ സ്റ്റേഷൻ. ഇതിന് തൊട്ടപ്പുറത്താണ് KSRTC ബസ് സ്റ്റാൻഡുള്ളത്. ഇത് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ഉള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുള്ള താഴെ കേട്ടോ. ഇതാണ് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഗൈസ്, സുൽത്താൻ ബത്തേരിയിലെ വെജിറ്റബിൾ ഫുഡ്സ് മാത്രം കിട്ടുന്നൊരു ഹോട്ടലുണ്ട് ഇവിടെ. ആ ഹോട്ടലാണ് വേണ്ട. ഈ ഹോട്ടൽ കൽപ്പക. ഇത് കൽപ്പക ഹോട്ടൽ തന്നെ ഇവിടെ. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അടുത്തൊരു ക്ഷേത്രവും കൂടിയുണ്ട്. ഗണപതിയുടെ, ബത്തേരിയിലെ പ്രസിദ്ധമായിട്ടൊരു അമ്പലം. ഇതാണ് കേട്ടോ ഗണപതിയുടെ അമ്പലം. ഇനി നമ്മൾ നേരെ പോണത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ്. ഇതാണ് നേരെ അങ്ങോട്ട് പോയാൽ കോഴിക്കോട് റോഡാണ്, ബേക്കിലേക്ക് ബാംഗ്ലൂർ റോഡും. പിന്നെ അപ്പുറത്തേക്ക് ആ സൈഡിൽ കൂടെ പോണേ താളൂർ റോഡ്. ഇതാണ് കേട്ടോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായി തന്നെ ഓട്ടോ സ്റ്റാൻഡുണ്ട്, ഇത് ഫ്രണ്ടിൽ. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, ഇത് വൺ വേ കേട്ടോ. സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ടേക്ക് പോലും വൺ വേ ആണ്. എന്തായാലും ബത്തേരി വൃത്തിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. അത് കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നല്ല മഴയും ഒക്കെ ഉണ്ട്.